സ്വത്രം സ്വത്രം. ആ മതി. എബ്രായലേഖനം 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡാണ്, ലാസ്റ്റ് എപ്പിസോഡ്. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നെങ്കിൽ രണ്ടാമത്തതിനെ രക്ഷിക്കില്ല. ഒന്നാമത്തെ നിയമത്തിൽ കുറവുള്ളതാണ്, പാപത്തിനെ പരിഹരിക്കാൻ കഴിയുന്നതല്ല, പാപനം മോചനം നൽകാൻ തരുന്നതല്ല. താൽക്കാലിക ഒരു ടെമ്പററി ലോയാണ് ഒരു ആശ്വാസം, ഇടക്കാല ആശ്വാസം. എന്നാൽ ലോകത്തിന്റെ സകല പാപത്തിനെ ചുമന്നൊടിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? പാപമോചനമുണ്ട്, രോഗശാന്തിയുണ്ട്, അത്ഭുത അടയാളങ്ങളൊക്കെ അവർക്ക് കിട്ടും. അത്ഭുതത്തിന് പുറകെ പോകേണ്ട കാര്യമില്ല. അത്ഭുതം നമ്മളെ തേടി വരും. കർത്താവും അപ്പോസ്തലന്മാരും അത്ഭുതം ചെയ്യാനായിട്ട് പോയില്ല. കർത്താവ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനാണ് പിതാവ് അത്ഭുതം ചെയ്തത്. അപ്പോസ്തലന്മാർ ചെയ്തത് ഈ വചനത്തെ ഉറപ്പിക്കേണ്ടതിനാണ് കർത്താവ് അത്ഭുതം ചെയ്തത്. ഇന്നത്തെ അത്ഭുതം ചെയ്ത ബെൽറ്റ് മാറ്റി, പിന്നെന്തൊക്കെയാ, കണ്ണാടി മാറ്റി, പിന്നെന്തൊക്കെയാ, ബാൻഡേഡ് മാറ്റി, പിന്നെന്തൊക്കെയാ, വിദേശ വിസ വന്നു, ജോലി വന്നു, അത് വന്നു, ഇത് വന്നു. ലോകത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങളും വചനപഠനങ്ങളുമാണ് ഇന്ന് ബഹുഭൂരിപക്ഷവും. അപകടം മണത്തത് കൊണ്ട് ഞാൻ പറയുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനവും ഭക്തിക്രിസ്തു ഉപദേശം തന്നെ നമ്മൾ സഭയിൽ പ്രസംഗിക്കണം. ഒന്നാമത്തെ നിയമം കുറവുള്ളതായിരുന്നുവെങ്കിൽ രണ്ടാമത്തത് അന്വേഷിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. 13-ാം വാക്യം, 8-13. പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതും ജീർണിക്കുന്നതും ഇല്ല. നീ ഇപ്പോൾ ഇത് ന്യായപ്രമാണത്തെ കുറിച്ച് പറയുക. ഒന്നാമത്തെ നിയമത്തിൽ കുറവില്ലായിരുന്നെങ്കിൽ രണ്ടാമത്തേനെ അന്വേഷിക്കുക. അത് ന്യായപ്രമാണവും പുതിയ നിയമത്തെ കുറിച്ച് പറയുന്നതാണ്. തമ്മിൽ ഭാരങ്ങളെ ചുവപ്പി ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിക്കും. ഗലാത്യർ 6:2. ഒന്നാമത്തെ നിയമം മോശയ്ക്ക് ലോ, രണ്ടാമത്തെ നിയമം ക്രിസ്തുവിൻ്റെ നിയമം. ഈ ഒരു ഭാഗതിരിവ് പുസ്തകത്തിലുണ്ട്. ഇത് പഠിക്കാത്തതിന് ഇത് ഇല്ലെന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരുന്ന ഒരു ഗുണവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തതിൻ്റെ 10-ാം വാക്യം, 9-10 വായിച്ചേ. എബ്രായർ 9:10. അല്ല, വേറെ കുറച്ച് അതിൻ്റെ 8 തൊട്ട് വായിക്കും. 8, 9, 10 തൊട്ട്. മുൻകൂടാരം വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം, അപ്പൊ സമാഗമന കൂടാരം ഈ കാലത്തിലേക്കൊരു സാദൃശ്യമാണ്, സാദൃശ്യ പഠനമാണ് സമാഗമന കൂടാരം. അതും പൊക്കിയെടുത്ത് നടക്കണ്ട. അടുത്തേ, അതിലൊത്തവണ്ണം ആരാധകന് പൂർണ്ണ സമാധാനം വരുത്തുന്നു. അടുത്തേ, ഗുണീകരണകാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങൾ അത്രേ. മൊസൈക്ക് ലോ ജഡീക നിയമമാണ്. മൊസൈക്ക് ലോ ജഡീക ശുദ്ധീകരണമാണ്, ദേഹശുദ്ധി വരുത്തുന്നതാണ്. അന്തരാത്മാവിൽ ശുദ്ധീകരണം മോചന പ്രമാണത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് പരിച്ഛേദന കൊടുത്തത്. ഇസ്രായേൽ മക്കളായി തീരണമെങ്കിൽ അവർ പരിച്ഛേദനയേറ്റ് ഇസ്രായേൽ മക്കളാകാം. ഹല്ലേലൂയ. അതുപോലെ പുതിയ നിയമ വിശ്വാസിയാകണമെങ്കിൽ ഹൃദയ പരിച്ഛേദന ഉണ്ടാകണം, ഹൃദയത്തിലൊരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാകണം. എന്നാലേ ഹൃദയ പരിച്ഛേദന ആകത്തുള്ളൂ, എന്നാലേ പുതിയ നിയമ വിശ്വാസിയാകാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഹൃദയ പരിച്ഛേദന ഇല്ലാത്ത പെന്തക്കോസുകാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുക പെന്തക്കോസ് പ്രസ്ഥാനം. അതിൽ പാർട്ടി സെക്രട്ടറി എല്ലാം ഉൾപ്പെടും. മനസ്സിലായോ? കുറ്റം പറയാണെന്ന് ചിന്തിക്കരുത് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അടുത്ത് വായിച്ചാട്ടെ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ പുരോഹിതനായി വന്നിട്ട് കൈപ്പടിയില്ലാത്തതായി എന്ന് വെച്ചാൽ
ആ ആ ആ ആ ആ പ്രവേശിച്ച് ആ ആ ആ ആ ആ ആ ജഡീക ശുദ്ധി വരുത്തുന്നു. പഴയ നിയമം ജഡീക ശുദ്ധി വരുത്തുന്നു. യഹൂദരും മുസ്ലിങ്ങളും കയ്യും കാലും ചെവിയും മുഖമൊക്കെ കഴുകിയല്ലേ അവര് പ്രാർത്ഥിക്കുന്നത്. ജഡീക ശുദ്ധി. ആന്തരിക ശുദ്ധിയാണ് സർവശക്തനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രമാണത്തിന്റെ കാതൽ. ആന്തരിക ശുദ്ധിയാണ്, ജഡീക ശുദ്ധീകരണമല്ല. അപ്പൊ തന്നെ കുളിച്ച് നല്ല ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല നിലയിൽ ജീവിക്കണം. ഓക്കെ, ശുഭ്രവസ്ത്രം എന്ന് പറയുമ്പോൾ ദാസിദാസന്മാരൊക്കെ കഴിവതും ശുഭ്രവസ്ത്രം ധരിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ കട ധരിച്ചെന്ന് വെച്ചാൽ ആരും നരകത്തിലൊന്നും പോകത്തില്ല. ഒരു മാതൃകയാണെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളയിട്ടാലേ രക്ഷയുള്ളൂ എന്നൊന്നുമില്ല. വെള്ളമൊന്നും വിശുദ്ധ ജീവിതത്തിന്റെ ഭാഗമേ അല്ല, മാതൃകയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പഴയ നിയമം ജഡീക ശുദ്ധി വരുത്തുന്നു. പുതിയ നിയമമോ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയില്ലാത്തതായി എന്ന് വെച്ചാൽ നാം സൃഷ്ടിയിൽ ഉൾപ്പെടാത്തവരായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകുട്ടന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു യേശുക്രിസ്തുവിലൂടെ. ആട്ടുകുട്ടന്മാരുടെയും കാളകളുടെയും രക്തം മല്ലപ്പെടുന്നവരുടെ മേൽ തളിക്കുന്ന പാശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, അപ്പൊ ജഡീക ശുദ്ധിയാണ്, ജഡീക നിയമമാണ് ന്യായപ്രമാണം. ഇതിന്റെ പിറകെ കിടന്ന് നമ്മൾ നശിച്ചു പോകരുത്. ജഡീക ശുദ്ധി വരുത്തുന്നെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുയേശുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായ ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിൻ്റെ അവകാശി വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനാകുന്നു. കർത്താവ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനാണ്. മനസ്സിലാക്കണം ദൈവമക്കളെ. ഇനി എബ്രായലേഖനം 10:1 വാക്യങ്ങൾ വായിച്ചാട്ട്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. ഷാഡോ. ആ, കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക കൊണ്ട് ആണ്ടുതോളും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ ആങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. മതി. ന്യായപ്രമാണം സൽഗുണപൂർത്തി വരുത്താൻ കഴിവുള്ളതല്ല. അതൊരു ടെമ്പററി ലോയാണ്. അത് വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. നിഴൽ ഒരു സ്ഥലത്തും പൊരുളൊരു സ്ഥലത്തുമല്ല ഇരിക്കുന്നത്. പൊരുളിൻ്റെ നിഴലാണത് ന്യായപ്രമാണം. പൊരുൾ ക്രിസ്തുവാണ്. ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നിഴലിൻ്റെ ആവശ്യം നമുക്കില്ല. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായ യഹൂദന്മാർക്ക് 1000 ആണ്ട് വാഴ്ചയിൽ ന്യായപ്രമാണം ഉണ്ടെന്ന് പറയപ്പെടുന്നത്. യാഗപീഠം അവിടെയൊക്കെ വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് നമുക്ക് ബന്ധമില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതരാണ്. ഇങ്ങനെ തമ്മിൽ ഭാരങ്ങളെ ചൂപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. ഉണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. കാളകളുടെയും ആട്ടുകുട്ടന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിവുള്ളതല്ല. സ്തോത്രം. അനന്യവാകവും വഴിപാടും നീക്ഷിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്കായി ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമയാഗങ്ങളിലും പാപയാഗങ്ങളിൽ നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുൾ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പുസ്തകത്തെക്കുറിച്ച് പറയുക, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമയാഗങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. മനസ്സിലാക്കണേ ദൈവമക്കളെ. രണ്ടാമത്തെ പ്രമാണത്തെ മാറ്റാൻ വേണ്ടി അല്ല. സ്വതന്ത്രം.
രണ്ടാമത്തതിനെ സ്ഥാപിക്കുവാൻ, ക്രിസ്തുവിൻ്റെ പ്രമാണം സ്ഥാപിക്കുവാൻ ഒന്നാമത്തെ ന്യായപ്രമാണം നീക്കിക്കളയുന്നു. എബ്രായർ 10:9 വാക്യമാണ്. കൺ തുറന്ന് കാണുക ഇതൊക്കെ. ആ ഇഷ്ടത്തിന് നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ആട്ടുകൊറ്റന്മാരും കാളക്കിടാക്കളും പശുക്കിടാക്കളും പ്രാവും കുഞ്ഞും ഒക്കെ കൂടെ കൂടാതെ ഇങ്ങനെ യാഗം നടത്തിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? താൽക്കാലിക ഒരു പാപമോചനം, പാപം ഒന്ന് മറച്ചു വയ്ക്കുക, യാഗരക്തത്തിലൂടെ ഒന്ന് മറച്ചു വയ്ക്കുക ചെയ്യുന്നത്. ഇതൊന്ന് മനസ്സിലാക്കിയേ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ നിന്റെ പാതവിടമാക്കുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സാക്ഷിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം, ഈ കാലം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ കാലം കഴിഞ്ഞ ശേഷം, ഞാൻ അവരോട് ചെയ്യാതിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. എന്ന് അരുളിയ ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇനിയൊരു യാഗം നമ്മൾ കഴിക്കണ്ട, ഇനിയൊരു യാഗം നടത്തണം. സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിലോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ യാഗവസ്തുവായിട്ട് സമർപ്പിക്കുക. നമ്മുടെ കണ്ണ്, മൂക്ക്, നക്ക്, ത്വക്ക്, ചെവി എല്ലാം എന്ത് ചെയ്യുക? പാപം ചെയ്തുകൊണ്ടിരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ നീതി ചെയ്യാനായിട്ട് സമർപ്പിക്കുക. ക്രിസ്തുവിൻ്റെ യാഗപീഠത്തിൽ നമ്മെ തന്നെ ഒരു യാഗവസ്തുവായിട്ട് അർപ്പിക്കുന്നതാണ് പുതിയ നിയമയാഗം. യഹൂദൻ്റെ യാഗത്തിലേക്ക് നമ്മൾ പോകണ്ട. പോകുന്നവരൊക്കെ പോട്ടെ, അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിക്കുന്ന എത്രയോ ക്രൈസ്തവ വിവാഹങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. അവർ ചെയ്തോട്ടെ. നമുക്ക് ക്രിസ്തുവിൻ്റെ ശരീരമായിരുന്ന് തലേന്നുള്ള ഉപദേശം കേട്ടനുസരിച്ച് അവർക്ക് പകർന്നു കൊടുക്കുക, നമ്മളും അനുസരിച്ച് ജീവിക്കുക, അങ്ങനെ നിശ്ചയതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിലപ്പുറം ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പഴയ നിയമയാഗം, പുതിയ നിയമയാഗം രണ്ടും കടലും കടലാടിയും പോലുള്ള വ്യത്യാസം. പുതിയ നിയമം സ്ഥാപിക്കപ്പെടുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തച്ചൊരിച്ചിലൂടെയാകുന്നു. അത് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ 2 വേദഭാഗങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, ഹല്ലേലൂയ. താവേ, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. 2 വേദഭാഗങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി വായിച്ച് നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ കർത്താവ് ശരണപ്പെടുന്നു. മത്തായി 26:28 വാക്യം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ പുതിയ നിയമം, പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. ഒന്നുകൂടി വായിക്കുന്നു. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. പുതിയ നിയമത്തിന് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം എന്തിനാ ചൊരിയപ്പെടുന്നത്? പാപമോചനത്തിന് വേണ്ടി. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും പശുക്കിടാങ്ങളുടെയും പ്രാവും കുഞ്ഞിൻ്റെയും രക്തം കൊണ്ട് പാപമോചനം ഉണ്ടാകുന്നില്ല. ലംഘനം ക്ഷമിക്കുക, പാപം മറക്കപ്പെടുക. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ഒരു പുതിയ നിയമം സ്ഥാപിക്കപ്പെടുന്നു. സഹോദരങ്ങളെ, ഇത് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ സുപ്രധാന ഒരു വാക്യം വായിക്കും. അവൻ പാനപാത്രവും കൊടുത്ത്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകും.
ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിൻ്റെ പുതിയ നിയമമാകുന്നു. ന്യൂ കവനന്റ്, പുതിയ നിയമം. ഇപ്പൊ പഴയ നിയമമോ? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11 വാക്യത്തിലേക്ക് വരാം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ വായിക്കാതെ ശ്രദ്ധിച്ച് കേട്ടോണേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താത്തവരായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട്, യേശുക്രിസ്തുവിൻ്റെ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. മാനവജാതിക്ക് മൊത്തമാനം എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സ്ഥാപിച്ചു. ആദാം ചെയ്ത പാപത്തിന് പോലും പരിഹാരം യേശുക്രിസ്തുവിൻ്റെ രക്തച്ചൊരിച്ചിലൂടെയാണുള്ളത്. മനസ്സിലാക്കണേ. സ്വർഗത്തേക്ക് ആരെങ്കിലും പോകുന്നെങ്കിൽ അത് ക്രിസ്തുവിൽ കൂടി അല്ലാതെ ആർക്കും പോകാൻ പറ്റത്തില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. ആ രക്തത്താലാണ് വീണ്ടെടുപ്പ്, ആ രക്തത്തിലാണ് ദത്തെടുപ്പ്, ആ രക്തം കൊണ്ടാണ് വിലയ്ക്ക് വാങ്ങൽ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നറിയണം. കർത്താവിൻ്റെ രക്തം കൊണ്ടാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. ഹല്ലേലൂയ. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മല്ലപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജ്ജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിലെ, അതായത് മൊസൈക്ക് പ്രമാണത്തിനെ കുറിച്ചാണ് പറയുന്നത്, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിനായി വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. യേശു ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാകുന്നു. നിയമമുള്ളിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥാപിക്കപ്പെടുന്നത്. നിയമകർത്താവിൻ്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശ ന്യായപ്രമാണപ്രകാരം കൽപ്പന ഒക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈ സോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജലത്തിന്മേലും തളിച്ചു. ഇത് നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തളിച്ചു. കാരണം രക്തത്താലുള്ള ശുദ്ധീകരണം. ന്യായപ്രമാണപ്രകാരം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഏത് രക്തം? മൃഗരക്തങ്ങളിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടില്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിൽ നിന്നുള്ളവയുടെ പ്രതിബിംബമായി ഇവയുടെ മേൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വരുവാനുള്ളതായവൻ്റെ പ്രതിരൂപമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകസ്ഥാപനത്തിങ്കൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ആകയാൽ ക്രിസ്തു അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഹല്ലേലൂയ നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നുള്ള രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. മനസ്സിലാകും. ഞാനിവിടെ വായിച്ച ഭാഗം ശ്രദ്ധിച്ച് വായിച്ചോണേ.
നിങ്ങളെല്ലാവരും ഇത് വായിച്ച് പഠിച്ചോളൂ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ 11 മുതൽ ലാസ്റ്റ് അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യം വരെ. മൃഗങ്ങളുടെ രക്തം കൊണ്ടാണ് പഴയ നിയമത്തിലെ ശുദ്ധീകരണവും വീണ്ടെടുപ്പൊക്കെ നടക്കുന്നത്. വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ഒക്കെ വീണ്ടെടുപ്പിൻ്റെ അരശേക്കൽ വെള്ളിയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, സമയം ദീർഘിച്ചു. പഴയ നിയമത്തിൽ വീണ്ടെടുപ്പും ശുദ്ധീകരണവും ഒക്കെ മൃഗരക്തം കൊണ്ടാണ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ്. ആ രക്തം കൊണ്ടാണ് പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടത്. ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമത്തെ അവഹേളിക്കുന്ന ശുശ്രൂഷന്മാർ എഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തുവിനെ വിറ്റ് തിന്നുന്നവർ, വചനം വിറ്റ് തിന്നുന്നവർ, പത്യവചനം പത്യോപദേശം പറയാതെ ഊതിയിട്ട് ഉന്തിയിട്ട് കുറപ്പിച്ച് ചിരിപ്പിച്ച് ഛർദിപ്പിച്ച് ചപ്പും ചവറും പറഞ്ഞ് ജനത്തെ നശിപ്പിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും കുമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇതിനടുത്ത് പറയുന്നേ? ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പാണ് പുതിയ നിയമസഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടെ ടെമ്പററി ആയ ഒരു പാപമോചനം, ഒരു വീണ്ടെടുപ്പുമാണ് പഴയ നിയമത്തിൽ. അത് മൃഗരക്തങ്ങളാണ്, ശുദ്ധീകരണം മൃഗരക്തമാണ്. ഇവിടെ അതെയല്ല, യേശുക്രിസ്തുവിൻ്റെ രക്തത്താലാണ് വീണ്ടെടുപ്പും ശുദ്ധീകരണം. ഇതാണ് ജനുവിനായിട്ടുള്ള രക്ഷ. അത് ഷാഡോ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എബ്രായർ 10:1 എന്താ എഴുതിയിരിക്കുന്നത്? ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്, കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. നമ്മളതിനെ തിരിച്ചിടരുത്. തിരിച്ചിട്ടാൽ നമ്മൾ സാത്താൻ്റെ ഏജന്റായി. ഈ പഴയ നിയമം പുതിയ നിയമം എന്നുള്ളത് ആൾക്കാർക്ക് ഇന്ന് ഒട്ടും പിടികിട്ടുന്നില്ല. 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിച്ചൊരു ഭാഗം, വളരെ ഗഹനമായൊരു ഭാഗം ഏതായിരുന്നു? 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ ഒന്നുകൂടി ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. 15, 16, 17 വാക്യങ്ങൾ വായിച്ചാട്ടെ. ആ, അവിടെ നിൽക്കട്ടെ, വായിക്കണം. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം വീഴുക, ഹൃദയത്തിലാ മൂടുപടം. ഗൾഫ് നാടുകളിൽ പെണ്ണുങ്ങൾ മൂടുപടം ഇട്ട് നടക്കാറുണ്ട്. എന്താ മൂടുപടം? കണ്ണൊക്കെ മൂടി, തലയൊക്കെ മൂടി. ഇറാനിലെ ആ കിരാത ഭരണം നടക്കുന്നിടത്ത് ഒരു കൊച്ച് മൂടുപടം ഇട്ടപ്പോൾ കുറച്ച് മുടി വെളിയിൽ കണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചിനെ കൊണ്ടൊന്ന് കൊന്ന് കൊലവിളി നടത്തും ഈ തീവ്രവാദികൾ, ഈ ഹിംസ ജന്തുക്കൾ. മനുഷ്യ മൃഗങ്ങളെ പോലെയുള്ള ഭരണ സംവിധാനമാണ് അവിടെ നടക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കണേ. നമ്മൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണേ. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണേ. മൂടുപടമിട്ട് നടക്കുകയാണ് ഭക്തന്മാരായിട്ട്, ഭക്തമതികളായിട്ട്. ദേഹം മുഴുവൻ വാരി മൂടിക്കെട്ടി 5 നേരവും നിസ്കരിച്ച് രക്തദാഹികളായി നടക്കുന്ന ഒരു വലിയ സമൂഹം. അവർ ഈ ലോകത്തിന് തന്നെ ഒരു ഭീഷണിയാണ്. മുസ്ലിങ്ങൾക്ക് നമ്മൾ എതിരല്ല. നല്ല കറതീർന്ന മുസ്ലിങ്ങൾ നല്ല മനുഷ്യരാണ്. എന്നാൽ ഇസ്ലാമിക വേഷം കെട്ടി ഭീകരവാദം നടത്തുന്ന മൃഗങ്ങളെപ്പോലെയുള്ള മനുഷ്യരുണ്ട്. അവർക്കാണ് നമ്മളെതിരെ. ഈ ലോകം അവർക്കാണെതിരെ. യഹൂദജാതി അവർക്കാണെതിരെ. 1 കോടി ജനമാണ്ടുള്ള ഇസ്രയേലിൽ എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കേട്ട് പഠിച്ച കാര്യങ്ങളാണ്. അതിൽ 20 ലക്ഷം യഹൂദന്മാർ ഇസ്രയേലിൽ ജീവിക്കുന്നുണ്ടെന്ന്. 20 ലക്ഷം മുസ്ലിങ്ങൾ യഹൂദന്മാർ തീറ്റിപ്പോറ്റി ജീവിക്കുന്നു. ആ രാജ്യത്ത് പണിയെടുത്ത് ജീവിക്കുന്നു. അവരവരുടെ പ്രാർത്ഥനയും നടത്തി സമാധാനമായിട്ട് കഴിയുന്നു. ഇവിടെ ഇതാ പ്രാർത്ഥനയും നടത്തി ജനത്തെ കൊന്നു കൊലവിളി നടത്തുന്നു. ഇത് മനസ്സിലാക്കുക. ഞാൻ വർഗീയത പറയാനിരിക്കുകയല്ല, ക്ഷമിക്കണം. അരിയാഹാരം കഴിക്കുന്ന നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. തീവ്രവാദത്തിനാണ് നമ്മളെതിര്, മുസ്ലിങ്ങൾക്കല്ല.
തീവ്രവാദം ഏത് മതം നടത്തിയാലും അവർ കർക്കശമായി ശിക്ഷിക്കപ്പെടണം. നിയമത്തിൻ്റെ മുൻപാകെ അവർ കൊണ്ടുവരണം. യാതൊരു വിട്ടുവീഴ്ചയും അവർക്കില്ല. ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് ഭീകരവാദത്തിനെതിരാണ്, അല്ല മുസ്ലിങ്ങൾക്കല്ല. പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അതിനെ വളച്ചൊടിക്കുക ചെയ്യുന്ന പലരും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് മൂടുപടം, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. ഇസ്രയേൽ മക്കൾ കാണാതെ വണ്ണം മോശ അവരുടെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെ ഇരിക്കുന്നു. പഴയ നിയമം വായിക്കുമ്പോൾ മൂടുപടം എവിടെ വീഴുക? ഹൃദയത്തിൽ മൂടുപടം വീഴുക. ഹൃദയ കണ്ണുകുരുടായി പോവുക. സങ്കീർത്തനം വായിച്ച് വായിച്ച്, ന്യായപ്രമാണം വായിച്ച് വായിച്ച്, പുതിയ നിയമം കേട്ടാൽ പിന്നെ ദുരുപദേശമായിട്ട് തോന്നും. എന്നെ പലരും ദുരുപദേശം എന്ന് വിളിക്കുന്നു. എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ആത്മീയ ശിശുക്കൾ എന്ത് പറഞ്ഞാലും നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. പാല് കുടിക്കാൻ പോലും പ്രായമാകാത്ത കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ വഴക്കിടാറുണ്ട്. എൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ട്, അവനും എന്നെ വഴക്ക് പറയും, പപ്പ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാനത് കണക്കിടാറില്ല. ഒരു ശിശുവാണ് എന്ന് പറഞ്ഞാൽ പലരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് വരുമ്പോൾ വെറും ശൈശവമായ മറുപടി പറയും. കണ്ടൊരു സാറോ എന്നോട് പറഞ്ഞു, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് പ്രസംഗിക്കാം, അനുസരിക്കാം, ജീവിക്കാം. ഞാൻ പറഞ്ഞു, ചെയ്തോ. കർത്താവും ശിഷ്യന്മാരും അങ്ങനെയൊന്നും പഠിപ്പിച്ചില്ല. കർത്താവ് പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും വ്യത്യസ്തമാണ്. അത് പഠിച്ചെടുക്കണം നമ്മൾ. പിന്നെ അതിനൊക്കെ ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. ആർക്കാ? കൂടെ നടന്ന് അപ്പം തിന്നവനും രോഗശാന്തി കിട്ടിയവനും അത്ഭുതം അടയാളങ്ങൾ കാണാൻ വന്ന ജനത്തിനല്ല സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ വരം ലഭിച്ചത്. കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം പഠിച്ച വാത്സല്യ ശിഷ്യന്മാർക്ക്, അവർക്കാണ് എന്ത് കിട്ടിയത്? സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ വരം ലഭിച്ചത്. അതുപോലെ സ്വർഗീയമായ മർമ്മങ്ങൾ ആർക്ക് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം നിങ്ങൾക്ക് വരം തന്നാൽ നിങ്ങളിത് ഗ്രഹിക്കും, ഇല്ലെങ്കിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഇത് മിസ്റ്ററിയാണ്, ഇത് മർമ്മമാണ്, ഇത് വിശുദ്ധ തിരുവെഴുത്താണ്, ഇത് സ്വർഗരാജ്യ പ്രവേശനത്തിന് വേണ്ടിയുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്തിവചനം ഭക്തികൃത ഉപദേശമാണ്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം എല്ലാവരും വായിച്ച് പഠിക്കണം. ശൈശവാവസ്ഥയെ കിടന്ന് തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കിടന്നവര് 2-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അവർ ശിശുക്കളായിരുന്നെങ്കിൽ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ അവർ അപ്പോസ്തലന്മാരെ പോലെയായി, അവർ ക്രിസ്തുവിനെ പോലെയായി. എന്താ കാര്യം? പഠിപ്പിച്ച ഉപദേശരൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസനായി. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ പറഞ്ഞത് പൗലോസ്, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിരുദ്ധമായി നിന്ദകളും ദ്വന്ദ്വപക്ഷങ്ങളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോസ്തല ഉപദേശത്തിന് വിപരീതമായി പ്രസംഗിക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഹൃദയ കണ്ണ് കുരുടായി, നമ്മൾ ജഡീകന്മാരായി പോവും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉപദേശം പ്രവേശിക്കാൻ പറ്റാതെ പോകും. പുതിയ നിയമം ഹൃദയത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പഴയ നിയമം കല്ലിലെഴുതി, പുതിയ നിയമ ശിഷ്യന്മാരെ, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ എഴുതി കൊടുത്തു. അവരതും കൊണ്ട് ലോകം മുഴുവൻ പോയി പ്രസംഗിച്ചു, ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കി. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ ഞങ്ങളുടെ കുഞ്ഞാടുകളെ പോലെ. ഇന്നിപ്പോൾ കുഞ്ഞാടുകളെല്ലാം ചെന്നായ്ക്കളായി തീർന്ന കഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കുഞ്ഞാടുകളെല്ലാം ചെന്നായ്ക്കളായിപ്പോയി. എന്താ കാര്യം? ന്യായപ്രമാണം കേട്ടും പഠിച്ചും ആ വ്യവസ്ഥയിലേക്ക് വന്ന് കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന് പറഞ്ഞ് കോഴിപ്പോരിന് നിൽക്കുക ഇന്ന് പലരും. 2 കൺവെൻഷൻ ഒരു സ്ഥലത്ത് നടത്തിയപ്പോൾ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, കൺവെൻഷൻ ഡേറ്റുകൾ തമ്മിൽ ക്രാഷായി. ഒരു കൂട്ടർ പറഞ്ഞു നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, മറു കൂട്ടർ പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതമല്ല, നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് നടത്താം. 2 പേരും കൂടി അത് കുറച്ച് വ്യത്യാസമേ ഉള്ളൂ, 1/2 കിലോമീറ്ററിന് ദൂരേ ഉള്ളൂ. മൈക്കും പാട്ടും ബഹളവും ആയിട്ട് ലോകത്തിൻ്റെ മുൻപാകെ കൂത്തുകാഴ്ചയായ കൺവെൻഷൻ അവസാനിച്ചു എന്നാണ് കഥ. എന്താ കാര്യം? സ്നേഹമില്ല. സ്നേഹിക്കുന്ന പ്രമാണം, ക്ഷമിക്കുന്ന പ്രമാണം അവിടെ ഹൃദയത്തിലില്ല. കല്ലിലെഴുതിയ പ്രമാണം കൊണ്ടായിരുന്നു നടക്കുന്നത്. സഹോദര, കല്ലിലെഴുതിയ പ്രമാണം വായിച്ച് ഹൃദയമെന്ന മാംസപ്പലകയിൽ ക്രിസ്തുവിൻ്റെ പ്രമാണം എഴുതി തമ്മിൽ സ്നേഹിക്കാനും തമ്മിൽ ബഹുമാനിക്കാനും തമ്മിൽ ആദരിക്കാനും പഠിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തോ ക്രിസ്ത്യാനിയാണ്. പണ്ടാരെല്ലാം പറഞ്ഞ ഒരു പാസ്റ്റർ ഒരിക്കൽ യാത്ര ചെയ്ത സമയത്ത് വടക്കേന്ത്യയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയ മഞ്ഞുമല പോലെ കിടക്കും. അപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, എന്താണ് ഈ മഞ്ഞുമല? അദ്ദേഹം പറഞ്ഞു, ഇത് കാരമില്ലാത്ത ഉപ്പാണ്.
അപ്പോൾ ഉപദേശി പറഞ്ഞു, ഓ ഇന്നത്തെ പെന്തക്കോസുകാരാണ് കിടക്കുന്നത്. അല്ല എന്താ, പെന്തക്കോസ് ഒരു അനുഭവമാണ്, കാരല്ല. പെന്തക്കോസ് കാര്യമില്ലാത്ത ഉപ്പല്ല. പെന്തക്കോസ് ഉപ്പ് പോലെ രുചിക്കുകയും വെളിച്ചം പോലെ പ്രകാശിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ആ അവസ്ഥയിലേക്ക്, ആ നിലവാരത്തിലേക്ക് വരണം. പഴയ നിയമം വായിക്കുമ്പോൾ മൂടുപടം ഇത് ഹൃദയത്തിൽ കിടക്കുന്നു, ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ നീങ്ങിപ്പോകും. മനസ്സിലായോ? കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവിനടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം. അത് 2 കൊരിന്ത്യർ 4:5 വായിക്കും. 6 വാക്യം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിയ ദൈവം ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കും. സൂര്യനിൽ നിന്ന് വെളിച്ചം അടിച്ച് ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ പ്രകാശധാരയായി ഒരു പുതിയ നിയമ വിശ്വാസി തീരണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ് അവനുണ്ടാകും. ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുമ്പോഴാണ് യഥാർത്ഥ ദൈവമക്കളായി തീരുന്നത്. കൊരിന്ത്യ സഭ ശൈശവസയെ കിടന്ന് തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നടന്നവരെ അപ്പോസ്തലന്മാർ നിരന്തരമായ ഉപദേശം പഠിപ്പിച്ച് അവർ അപ്പോസ്തലന്മാരെ പോലെയായി. അവർ ക്രിസ്തുവിനെ പോലെയായി. ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവരുടെ ദിവ്യ സ്വഭാവം, അതാണ് സ്വർഗത്തേക്ക് പോകാനുള്ള മെഷർമെൻ്റ് എന്ന് പെന്തക്കോസ് സമൂഹം ഇനിയെങ്കിലും പഠിച്ചോണം. അല്ലാതെ ഒന്ന് അങ്ങോട്ട് പോക്ക് നടക്കത്തില്ല. ഇവിടെ കിടന്ന് കളിക്കാം. ഇവിടെ വീടുണ്ടാക്കാം, കാറുണ്ടാക്കാം, കോടികളുടെ വീട്, കോടികളുടെ കാറ്, കോടികളുടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി സുഖിച്ച് പൊളച്ചിവിടെ അവസാനം എന്തു ചെയ്യും? നിത്യമായ നാശത്തിലേക്ക് പോകും. നമ്മുടെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയിൽ ചപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വന്നാൽ നമുക്ക് പുതിയ നിയമസഭയായിരിക്കാൻ കഴിയും. നിങ്ങൾ കണ്ടു കേട്ട് തൊട്ട് നോക്കി, എന്തിനാണ് കണ്ടതും കേട്ടതും തൊട്ടതും നോക്കിയതൊക്കെ? നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാണ്. നിങ്ങൾക്കും കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാണ്. അതിനെന്ത് വേണം? അപ്പോസ്തലന്മാർ കണ്ടത് കേട്ടത് തൊട്ടത് നോക്കിയത്, അവരെ പഠിപ്പിച്ചത് അവർ പഠിപ്പിച്ചു, അത് തന്നെ നമ്മൾ പഠിക്കണം. ഉപദേശം അവരെ ഫലമേൽപ്പിച്ചത്, ശുശ്രൂഷ അവരെ ഏൽപ്പിച്ചു, വചനം അവരെ ഫലമേൽപ്പിച്ചു. നിരപ്പിൻ്റെ വചനം ഞങ്ങൾക്ക്, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് മറ്റാർക്കുമില്ല. ആരെങ്കിലും എനിക്കിങ്ങനെ ഒരു ശുശ്രൂഷ തന്നെന്ന് പറഞ്ഞാൽ, എനിക്കിങ്ങനെ ഒരു വെളിപ്പാട് തന്നെന്ന് പറഞ്ഞാൽ, അത് അപ്പോസ്തലന്മാർക്ക് കിട്ടിയ വെളിപ്പാട് പോലെയോ ശുശ്രൂഷയും പോലെയോ ആണോ എന്ന് ശോധന ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. പിശാച് നമ്മളെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. എനിക്കത് അനേകരോട് പറയാൻ അവസരം ലഭിക്കുമെങ്കിൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ ഈ ദൂത് നിങ്ങൾ കേട്ടുകൊള്ളുക. അവർ പറഞ്ഞു വെച്ചതിന് ഒരു വരവണ്ണം, ഒരു കോമ വ്യത്യാസപ്പെടുത്താൻ ദൈവം നമ്മളെ ആരും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ പഠനം എനിക്ക് വളരെ അനുഗ്രഹമായി. നിങ്ങൾക്കത് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പഴയ നിയമം കൽപ്പനകൾ എഴുതി, അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷ, അത് കൊല്ലുന്ന ശുശ്രൂഷ, അത് മരണത്തിൻ്റെതാണ്. എന്നാൽ അതിന് അല്പ തേജസ്സുണ്ട്. പുതിയ നിയമം വലിയ തേജസ്സുള്ളതാണ്. പഴയ നിയമം നീക്കപ്പെടുന്നതാണ്, ഹൃദയം കഠിനപ്പെടുത്തുന്നതാണ്, ഹല്ലേലൂയ, കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തുന്നതാണ്. പുതിയ നിയമം അതിന് നേരെ എഗണിസ്റ്റായിട്ടിരിക്കുന്നത്. കൊല്ലുന്നതല്ല, ജീവിപ്പിക്കുന്നതാണ്. മാംസമെന്ന, ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതിയതാണ്. മരണ ശുശ്രൂഷയല്ല, ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാണ്. അധികം തേജസ്സുള്ളതാണ്. ഹല്ലേലൂയ. നീക്കം വരാത്തതാണ്. കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നതല്ല, കാഴ്ചപ്പാട് തന്നുകൊണ്ടിരിക്കുന്നു. ഹൃദയകണ്ണ് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും, അകക്കണ്ണ് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. പുറമെയുള്ള മനുഷ്യൻ ജയിച്ചു, അകമെയുള്ള നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും. പുതിയ കാഴ്ചപ്പാട്, പുതിയ വെളിപ്പാട്, അതെല്ലാം വചനത്തിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കണം. ആർക്കെന്ത് ഉപദേശം കിട്ടിയാലും, ആർക്കെന്ത് നിയോഗങ്ങൾ കിട്ടിയാലും, ആർക്കെന്ത് ശുശ്രൂഷയുടെ രീതികൾ കിട്ടിയാലും അത് അപ്പോസ്തലന്മാരുടെ ഉപദേശവുമായിട്ട് ഘടിപ്പിച്ച് ചിന്തിച്ച് അത് പഠിച്ച് മനസ്സിലാക്കി ആ ഉപദേശവുമായിട്ട് ഉരച്ച് നോക്കി അത് ചേരുന്നെങ്കിൽ മാത്രം എടുത്തേക്കണം, ഇല്ലെങ്കിൽ അത് എടുത്ത് കളഞ്ഞേക്കണം.
എന്താ കാര്യം? നമ്മൾ ശപിക്കപ്പെടാനിടയായി. എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുക. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.